വെരി ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യയിലെ എങ്ങനെയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് എങ്ങനെയാണ് തുടങ്ങി വെച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുണ്ടായി. അതിന് വേണ്ടി വന്നിട്ടുള്ള പല കമ്മിറ്റികളും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അതിൽ നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിലുണ്ടായിട്ടുള്ള കമ്മിറ്റികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കമ്മിറ്റികളെക്കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ മേജറായിട്ട് 1960 ഒരു 46 ശേഷം 1951 ഒരു കമ്മിറ്റി ഉണ്ടായി. 1953 കമ്മിറ്റി ഉണ്ടായി. 1953 കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കുറേയൊക്കെ 1954 കമ്മിറ്റിയിൽ നടപ്പിലാക്കി. അതിനുശേഷം 1960 ഒരു കമ്മിറ്റി ഉണ്ടായി ശ്രീ SD മിശ്രയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ഒരു നാഷണൽ ലെവൽ കോൺഫറൻസ് നടന്നു മിനിസ്റ്റേഴ്സിൻ്റെ അറ്റ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ കുറേ പുതിയ കുറച്ച് റെക്കമെൻഡേഷൻസ്, അതായത് 60 കമ്മിറ്റിയുടെ കുറച്ച് റെക്കമെൻഡേഷൻസ് അത് ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനുശേഷം കുറച്ച് വർഷം കൂടിയും കഴിഞ്ഞപ്പോൾ 1973 പുതിയൊരു കമ്മിറ്റി ഉണ്ടായി, സ്വാമിനാഥൻ കമ്മിറ്റി, ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മിറ്റി. 1973 റെക്കമെൻഡേഷൻസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ബോർഡിൻ്റെ പേര്, അതായത് നാഷണൽ ബോർഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മാറ്റിയിട്ട് എന്താക്കി, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാക്കി മാറ്റി. അതിലൊരു റെക്കമെൻഡേഷനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി എന്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, NCCT എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ NCCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ മുഖാന്തരമാണ് എന്ത് ചെയ്തത്, NCCT എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. അപ്പോൾ NCCT 1976 ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ന്യൂഡൽഹിയാണ്. അപ്പോൾ NCCTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. അതായത് 1973 സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് ചെയ്തത്, NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ത് നിലവിൽ വന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 1976 അത് നിലവിൽ വന്നത്. അപ്പോൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, RBI, NUI, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ കോപ്പറേഷൻ ഫെഡറേഷൻ. അപ്പോൾ NCCTയിൽ ആരൊക്കെ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI, NCUI, അതുപോലെ തന്നെ നാഷണൽ സ്റ്റേറ്റ് ലെവലൊക്കെ എന്താണ് കോപ്പറേറ്റീവ് ഫെഡറേഷൻസ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ് NCERT, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ, രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻചാർജ് ഓഫ് കോപ്പറേഷൻ. അപ്പോൾ ഇവരെല്ലാവരും ഏതിൽ വരുന്നതാണ്, ഏതിലെ മെമ്പേഴ്സാണ്, NCCTയിലെ മെമ്പേഴ്സാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അപ്പോൾ ദ പ്രസിഡൻറ്റ് ഓഫ് NCUI ഷോൾ ബി ദ ചെയർമാൻ ഓഫ് NCCT ആൻഡ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI ഷോൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT. അപ്പോൾ വേറൊരു കാര്യം കൂടിയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NCUIയുടെ ചെയർമാൻ NCUIയുടെ പ്രസിഡൻ്റാണ് എന്ത്, NCCTയുടെ ചെയർമാനായിട്ട് വരിക. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞുള്ളത്, അതായത് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI ആണ് എന്താകുന്നത്, NCCTയിലെ ഡയറക്ടർ ജനറലായിട്ട് വരിക. അപ്പോൾ the NCCT is overall change of planning coordination on the entire training program on cooperation of the country. The primary objective of the NCCT is to strengthen the managerial structure of cooperatives and helping them professionalism by improving the skill and knowledge of employees through the variety of programs. അല്ലേ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NCCTയുടെ ഇവിടെ പറയുന്നത് അത് ഓവറോൾ ചാർജ് ഓഫ് പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ അല്ലേ. അപ്പോൾ ഈ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഓവറോൾ പ്ലാനിങ് പ്രോഗ്രാംസും അതുപോലെ അതിൻ്റെ മറ്റ്
മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചു വരുന്നത് ആരെന്നെയാണ്? ഈ NCCT എന്ന് പറഞ്ഞ സംഘടനയാണ്. അതായത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ഈ NCCTയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ഈ കോപ്പറേറ്റീവ്സിൻ്റെ, അതായത് ഓവറോൾ കോപ്പറേറ്റീവ്സിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിൽ പ്രൊഫഷണലിസം കൊണ്ടുവരിക, അതിൽ അവിടെയുള്ള ആളുകളുടെ സ്കില്ല്, നോളേജ്, അവിടെയുള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല്, നോളേജൊക്കെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ വേരിയസ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തിട്ട് അതാണ് ഈ NCCT മുഖാന്തരം ചെയ്തിരുന്നത്. അതാണ് NCCTയുടെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ NCCTയുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് NCCT ടു ബ്രിങ് ഔട്ട് മാനേജീരിയൽ കാഡർ കേപ്പബിൾ ഓഫ് ഹാൻഡലിങ് കോഓപ്പറേറ്റീവ്സ് ആസ് എ മോസ്റ്റ് മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് കുറേ കൂടി എന്താക്കുക, ഒന്നും കൂടി ശരിക്കൊരു ബിസിനസ് ഓർഗനൈസേഷനെ പോലെ മാറ്റുക. ഒന്നും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി അതിൻ്റെ പ്രൊഫഷണലിസം കൊണ്ടുവരിക. അങ്ങനെയൊക്കെയാണ് NCCT NCCT ചെയ്തിരുന്നത്. അതായത് നമുക്ക് അറിയാം, അതായത് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ പുതിയ റിനോവേഷൻസ് കൊണ്ടുവരിക, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ബീൻ ആൻ എൻഡവർ NCCT ടു ഡെവലപ്പ് ജോബ് ഓറിയൻറ്റഡ് ആൻഡ് നീഡ് ബേസ്ഡ് പ്രോഗ്രാം ഫോർ ഓൾ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് വിത്ത് വേരിയഡ് ഡ്യൂറേഷൻ അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എല്ലാ സെക്ടേഴ്സിലും കണ്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ modular approach has been adopted by NCCT to develop more job-oriented training packages for all employees by upgrading the training technology through diversified training programs to achieve professional competence and administrative efficiency അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ, അതായത് ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ കൂടുതൽ അവരുടെ കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കുക. അതിന് ഉപകാരപ്പെടുന്ന ടെക്നോളജീസൊക്കെ അതൊക്കെ ഉപയോഗിക്കാൻ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വെച്ചാൽ അവരുടെ പ്രാപ്തി കൂട്ടുക എന്നുള്ളതാണ് ഈ NCCTയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ NCCT 3 ടയർ, അതായത് NCCT ഹാവിങ് 3 ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റിംഗ് ഓഫ് അല്ലേ. അപ്പോൾ NCCTയുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടയറാണ്. 3 ടയർ ട്രെയിനിങ് പ്രോഗ്രാംസാണ് അവർ പ്രധാനമായിട്ടും നടത്തിയിരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വാംനിക്കോം അറ്റ് ദ അപ്പെക്സ് ലെവൽ. വാംനിക്കോം അറ്റ് ദ അപ്പെക്സ് ലെവൽ എന്നാണ്. അപ്പോൾ എന്താണ് ഈ വാംനിക്കോം എന്ന് പറയുന്നത്? വൈകുന്ത് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അതാണ് വാംനിക്കോമിൻ്റെ എക്സ്പാൻഡഡ് ഫോം. അപ്പോൾ ഈ വാംനിക്കോമും അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ICM ഈ 2 പേരാണ് ചെയ്തിരിക്കുന്നത്. ഈ NCCTയുടെ കൺട്രോൾഡ് ആൻഡ് അഡ്മിറ്റഡ് ബൈ NCCT ഡയറക്ട്ലി വെൻ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ ഗവേൺഡ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്. അപ്പോൾ ഇവിടെ ശരിക്കും ഹയർ ലെവൽ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ നടത്തി പോന്നിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആരാണ് ചെയ്തിരുന്നത്? ഈ NCCTയുടെ കീഴിൽ വരുന്ന ഈ വാംനിക്കോമും അതുപോലെ തന്നെ ICM ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കൂടി ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റായിട്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം സെൻറ്റേഴ്സിനൊക്കെ ഗവേൺ ചെയ്തിരുന്നത്. അപ്പോൾ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഗവേൺഡ് ബൈ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് അല്ലേ. പിന്നെ അതിൻ്റെ താഴെ വരുന്ന സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ NCCTയുടെ കീഴിൽ വരുന്ന സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഗവേൺ ചെയ്തിരിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസാണ് ഗവേൺ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ ബട്ട് എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ദ സ്കീംസ് ഓഫ് ട്രെയിനിങ് ആർ ചാർട്ട് ഔട്ട് ആൻഡ് കോർഡിനേറ്റഡ് ബൈ NCCT അറ്റ് ദ നാഷണൽ ലെവൽ. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഓവറോൾ ട്രെയിനിങ്ങിൻ്റെ എല്ലാറ്റിൻ്റെയും ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ ചെയ്തിരുന്നത് NCCT തന്നെയാണ് നാഷണൽ ലെവലിൽ. പക്ഷേ അതിൻ്റെ ഈ NCCTയുടെ ഹയർ ലെവൽ പ്രോഗ്രാംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോഗ്രാംസിന് നമ്മൾ 3 തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഹയർ ലെവൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഈ വാംനിക്കോമും ICM കൂടിയാണ് നടത്തിയിരുന്നത്. ബാക്കി സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ അതൊക്കെ ഗവേൺ ചെയ്തിരുന്നത് ആരാണ്? റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ അവിടെയുള്ള കോപ്പറേറ്റീവ് യൂണിയൻസാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ് 1973 നമ്മുടെ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ജൂലൈ 1976 ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് വന്നിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻ്ററാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതാണ് NCCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ NCCTയിലുള്ള മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള RBI, അതുപോലെ തന്നെ NCUI, അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ്, അതായത് NCERT. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് NCERT പുസ്തകങ്ങൾ അല്ലേ. അപ്പോൾ അവരാണ്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ UGC അല്ലേ. അപ്പോൾ UGC, പിന്നെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ എന്താണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇവരൊക്കെ ഇതിനകത്തുള്ള ഈ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് NCCTയിലെ മെമ്പേഴ്സാണ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NCCTയിലെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ NCUIയിലെ പ്രസിഡൻ്റാണ് എന്ത് വരുന്നത്? NCCTയുടെ ചെയർമാനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ NCUIയുടെ ചീഫ് എക്സിക്യൂട്ടീവാണ് NCCTയുടെ ഡയറക്ടർ ജനറലായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ നമുക്കറിയാം NCCTയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്ത് ചെയ്യുക, നമ്മളെ ഈ മൊത്തത്തിൽ മുഴുവനായിട്ടുള്ള ഇന്ത്യയിലുള്ള അതായത് മുഴുവൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും മാനേജ്മെൻറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, അവിടെ പ്രൊഫഷണലിസം കൊണ്ടുവരിക, അവരുടെ സ്കിൽ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അവിടുത്തെ എംപ്ലോയീസിന് മാക്സിമം നോളേജ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ അതിന് വേണ്ടുന്ന വെറൈറ്റി പ്രോഗ്രാംസ് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതാണ് NCCT പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. അവരുടെ പ്രൈം ഒബ്ജക്റ്റീവ് അതായിരുന്നു. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം NCCTയിൽ പലതരത്തിലുള്ള മോഡേൺ കുറേ ടെക്നോളജീസ്, അതായത് എന്താണ് ഒരുപാട് പുതിയ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്തു. അങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താക്കുക, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, അതായത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. അതായത് പുതിയ ടെക്നോളജീസ് ഉപയോഗപ്പെടുത്താനും പുതിയ ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ എന്ത് ചെയ്യുക, പുതിയ ടെക്നോളജീസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് NCCTയിൽ NCCTയുടെ പ്രൈമറി ഒബ്ജക്റ്റീവിൽ നമ്മൾ വരുന്ന ഒരു പറയുന്ന കാര്യം. അപ്പോൾ അവർ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും, വെറൈറ്റി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 3 ടയേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. അതിലെ 3 ടയർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് എന്താണ് വാംനിക്കോം അറ്റ് അപ്പെക്സ് ലെവലാണ്. പിന്നെ അതുപോലെ തന്നെ ICM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്, കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് അറ്റ് ദ മിഡിൽ ലെവൽ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ICM എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ് രണ്ടാമത്തെ ടയറായിട്ട്. മൂന്നാമത്തെ ടയർ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സാണ്, അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സാണ്, അല്ലെങ്കിൽ ലോവർ ലെവലിൽ അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാംനിക്കോമിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ട്രെയിനിങ് സെൻറ്റേഴ്സിൽ വാംനിക്കോമിൻ്റെ അണ്ടറിലാണ് ട്രെയിനിങ് സെഷൻസൊക്കെ നടക്കുക, ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ നടക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, ഈ ICMൻ്റെ കീഴിലാണ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് രണ്ടാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ, അതായത് അതായത് റെപ്രസെൻറ്റേറ്റീവ് സ്റ്റേറ്റ് ഏതാ വെച്ചാൽ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റേറ്റാണ് അതിന് മുൻകൈ എടുത്ത് അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു എൻ്റയർ ട്രെയിനിങ് പ്രോഗ്രാം, ട്രെയിനിങ് സ്കീമുകളൊക്കെ അതൊക്കെ ചാർട്ട് ഔട്ട് ചെയ്യുക, അതിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്, മൊത്തത്തിൽ ഈ NCCT തന്നെയാണ്, അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് NCCTയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് വാംനിക്കോം എന്നുള്ളത് നമ്മൾ നേരത്തെ അറിയാം. അതായത് എന്താണ്, വൈകുന്നത്ത് മേധ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ICM നമുക്കറിയാം. ICM എന്താണ്, ICM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിഡിൽ ലെവലിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. പിന്നെ എന്താണ്, സബോർഡിനേറ്റ് ലെവലിലുള്ള ഒരു ട്രെയിനിങ് സെൻറ്റേഴ്സും ഉണ്ട്, അത് ജൂനിയർ ലെവൽ ട്രെയിനിങ് സെൻ്ററാണ്, അല്ലെങ്കിൽ സെൻറ്റർ അറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അറ്റ് ലോവർ ലെവലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്. ഇനി വാംനിക്കോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വാംനിക്കോം എങ്ങനെയാണ് ഉത്ഭവിച്ചത്, വാംനിക്കോമിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോയിൽ കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്.